ജീവനും ഉണഹയും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആ ഒരാളുടെ വീട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അയാളുടെ അനിയത്തിയാകട്ടെ ആരെയും വീട്ടിലേക്ക് കടത്തിവിടുകയില്ല എന്നൊരു അഭിപ്രായവുമായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉൺഹ ആ ഒരു കുട്ടിയുടെ അടുത്തേക്കൊക്കെ ചെന്നതിന് ശേഷം, നിന്റെ ചേട്ടൻ ജോലി ചെയ്ത സ്ഥലത്തെ ബോസാണിത്. നിന്റെ ചേട്ടൻ കുറച്ചു നാളായിട്ട് എവിടെയാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ചേട്ടനെ കണ്ടെത്തണമെങ്കിൽ ഈ ഒരു വീടൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നീ അനുവാദമൊക്കെ നൽകുകയാണെങ്കിൽ അയാളും വീട്ടിലൊക്കെ വന്നൊന്ന് നോക്കിക്കോട്ടെ എന്നൊക്കെ ഉൺഹ ചോദിക്കുമ്പോഴത്തേക്കും ആ കുട്ടിയും അതിനൊക്കെ തന്നെ സമ്മതിക്കുന്നു. മാത്രമല്ല ആ കുട്ടീനെ ഒന്ന് ഹാപ്പി ആക്കുവാനായിട്ട് കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പട്ടമൊക്കെ ചെറുതായിട്ടൊന്ന് തകരാറിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ അതൊക്കെ നന്നാക്കി തരാമെന്ന് കൂടി ഉൺഹ പറയുന്നു. ഈ ഒരു സമയത്ത് വീടിനകത്തൊക്കെ പരിശോധന നടത്തുകയായിരുന്നു ജീഹാനും. ആദ്യം ജോലിക്കായിട്ടുള്ള ഇന്റർവ്യൂവിനൊക്കെ വിളിച്ച സമയത്ത് നന്നായി തന്നെ ജോലി ചെയ്തോളാമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ജോലി കൊടുക്കേണ്ട എന്നൊക്കെ ആയിരുന്നു ജിഹ്വാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് 20 വയസ്സ് ഇളയതായിട്ടുള്ള ഒരു സഹോദരിയൊക്കെ ഉണ്ട്. അവളെ ഞാനാണ് നോക്കുന്നത്. ഒരിക്കലും ഞാൻ അവളെ അപമാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഞാൻ ഡ്രഗ്സിന്റെ പാതയിലേക്ക് തിരിച്ചും പോക്കൊക്കെ ഇല്ല എന്നൊക്കെ ആയിരുന്നു അയാൾ ജിഹ്വാന്റെ അടുത്ത് പറഞ്ഞതും. അതൊക്കെ വിശ്വസിച്ചാണ് ജിഹ്വാനും അയാളെ ജോലിക്കൊക്കെ എടുത്തത്. ഇപ്പോഴാകട്ടെ ജിഹ്വാനും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്നു. എന്റെ ഒരു ഫ്രണ്ട് എന്നോടൊരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പട്ടത്തില് എന്തെങ്കിലും ഒരു ആഗ്രഹമൊക്കെ എഴുതുകയാണെങ്കിൽ ആ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുന്നതാണെന്ന്. സോ നീയും നിന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഈ ഒരു പട്ടത്തിലൊക്കെ എഴുതിക്കോ എന്നൊക്കെ ആ കുട്ടിയുടെ അടുത്ത് ഉണഹ പറയുന്ന സമയത്ത് ആ കുട്ടിയും തന്റെ ആഗ്രഹമായിട്ടുള്ള ചേട്ടൻ തിരിച്ചു വരണമെന്ന ആ ഒരു കാര്യമൊക്കെ പട്ടത്തിൽ എഴുതി വെക്കുകയാണ്. പണ്ട് ഇതുപോലെ പട്ടത്തില് എന്റെ അച്ഛൻ എത്രയും വേഗം മടങ്ങി വരണമെന്നൊക്കെ ഉൺഹ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഉൺഹയും ഓർക്കുകയാണ്. ഉൺഹയും ആ കുട്ടിയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ പട്ടമൊക്കെ പറത്തി കളിക്കുന്നു. ഇതെല്ലാം തന്നെ നോക്കിക്കൊണ്ട് ജീഹാനും നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അതേ സ്ഥലത്തേക്ക് ഹിനുവു കൂടി എത്തുന്നത്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് താനൊരു ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ഹിനുവു പറയുമ്പോഴത്തേക്കും ഹിനുവു ഒരു പ്രോസിക്യൂട്ടർ ആണെന്നുള്ള കാര്യമൊക്കെ ഉൺഹയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് ചീഹ്വാൻ താൻ ആരാണെന്നൊക്കെ പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ബുൾഡോഗ് ഗ്യാങ്ങിന്റെ ലീഡറിനെ ഏത് പ്രോസിക്യൂട്ടറിനാണ് അറിയത്തില്ലാത്തതെന്നൊക്കെയാണ് ഹിനുവും ചോദിക്കുന്നത്. പക്ഷെ താനിപ്പോൾ ആ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ അല്ല, മറിച്ച് മീറ്റ് ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവനും സ്വയം പറയുന്നത്. ഒരു ബിസിനസ് കാർഡൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നിന്റെ ഈ ബിസിനസ് കാർഡ് കൊണ്ട് ഇതിലുള്ള നിന്റെ DNA പോലും എനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ ഒന്ന് പേടിപ്പിക്കുകയൊക്കെയാണ് ഹ്യുനുവും ചെയ്യുന്നത്. മാത്രല്ല ആ കുട്ടിയുടെ അടുത്ത് നിന്റെ അടുത്തേക്ക് കുറച്ച് മോശം വ്യക്തികളൊക്കെ എത്തുന്നുണ്ടെന്നുള്ള വാർത്ത അറിഞ്ഞിട്ടായിരുന്നു ഞാനും ഇവിടേക്ക് എത്തിയത്. എന്തായാലും നീ സേഫ് ആണല്ലോ എന്നൊക്കെയാണ് ഹ്യുനു ചോദിക്കുന്നതും. ജീഹ്വാന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആളെ അന്വേഷിച്ചായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൺഹ പറയുമ്പോഴത്തേക്കും ആകട്ടെ, ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിന്നും എനിക്ക് പകരമായിട്ട് മറ്റൊരു പ്രോസിക്യൂട്ടറാണ് വരുന്നതെങ്കിലോ, അതുമല്ല ഈ ഒരു വണ്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്യാങ്ങിലെ മറ്റൊരു മെമ്പറാണ് എത്തുന്നതെങ്കിലോ, ഇതൊന്നുമല്ല നിന്റെ ഉദ്ദേശം മറ്റെന്തെങ്കിലും ആണെങ്കിൽ നീ അത് ചെയ്യുന്നതിനിടയ്ക്ക് ഇവളെ കൂട്ടുപ്രതി ആക്കുകയാണെങ്കിലോ, എന്ത് കാര്യം വേണമെങ്കിലും ഇവിടെ സംഭവിക്കാം. എന്തായാലും ഒട്ടും തന്നെ സേഫ് അല്ലാത്ത ഈ ഒരു സ്ഥലത്തേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ല എന്നൊക്കെയാണ് ഹ്യുനുവും പറയുന്നത്. അവളും എന്റെ അടുത്തൊരു കടമൊക്കെ തീർക്കുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കടമെല്ലാം തന്നെ തീർന്നിരിക്കുന്നു. ഇനി ഞാൻ പോയേക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ജീവനും വണ്ടിയൊക്കെ എടുത്ത് പോകുന്നു. മാത്രമല്ല അവന്റെ ഒപ്പം പോകുവാനായിട്ടൊക്കെ ഉൺഹം തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ഹ്യുനുവു അതിന് സമ്മതിക്കുന്നില്ല. നീയും അവനും തമ്മിൽ എന്ത് കടമായിരുന്നു ഉണ്ടായിരുന്നത്? ശരിക്കും അവൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊണ്ടുപോയത് വല്ലതും ആണോ? നിനക്കും അവനെ പേടിയൊന്നും ഇല്ല എന്നൊക്കെ ഇപ്പോൾ ഹ്യുനുവും അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ അവനെ പേടിക്കുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന ഒരു മറുപടിയാണ് അവളും പറയുന്നത്. ഒരു സാധാരണ CEO അവരുടെ കമ്പനിയിൽ ഒരാൾ മിസ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? അതേ കാര്യം മാത്രമാണ് അവനും ചെയ്യുന്നതെന്നൊക്കെ ഉൺഹ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ സമ്മതിച്ചു കൊടുക്കുവാനായിട്ട് ഹ്യുനു തയ്യാറായിരുന്നില്ല. തന്റെ പ്രോസിക്യൂട്ടർ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടുമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവനെ പോലെയുള്ള ആൾക്കാർ ഒരു കാലത്തും നന്നാവുകയില്ല എന്നൊരു അഭിപ്രായമൊക്കെ ഹിനുവും പറയുന്നു. അവന്റെ അടുത്തേക്കൊന്നും ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. അവൻ അത്രത്തോളം ഡേഞ്ചറസ് ആണെന്നൊക്കെയാണ് ജിഹ്വാനെ കുറിച്ച് ഹിനുവു പറയുന്നത്. ഹ്യുൻവുവും ഇപ്പോൾ അവളെ വീടിന് മുമ്പിലൊക്കെ കൊണ്ടുപോയി ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ അവൾക്ക് ഒരു കാര്യമൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുവാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ചോദിച്ചോളുവാൻ അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നൊക്കെ അവൾ പറയുന്നത് കൊണ്ട് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാമെന്നൊരു തീരുമാനത്തിലേക്കൊക്കെ അവരെത്തുന്നു. ഓഫീസിലുള്ള എല്ലാവരും തന്നെ മിസ് മിനിയുടെ വീഡിയോസ് ഒക്കെ കാണാറുള്ളതാണ്. അവർക്ക് എല്ലാവർക്കും നിന്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനും പോകുന്നത്.
അങ്ങനെയിരിക്കെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ കാണിക്കുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്കൊക്കെ ഹ്യുൻവോ ചെന്ന സമയത്താകട്ടെ അതിന്റെ അകത്തുള്ള കുറേയധികം ആൾക്കാരെ കുറെ ഗുണ്ടകളൊക്കെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാകട്ടെ പ്രായം ചെന്ന ഒരു സ്ത്രീ അവിടെ തലയ്ക്ക് പരിക്കേറ്റ് കിടക്കുന്നതും അതിന്റെ അടുത്ത് നിന്നുമായിട്ട് ജിഹ്വാൻ എണീറ്റ് പോകുന്ന കാഴ്ചയും ഒക്കെ തന്നെ ഹ്യുൻവോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹ്യുൻവോവും ആ സ്ത്രീയുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയും പിന്നീട് ആ സ്ത്രീയുടെ പേരക്കുട്ടിക്ക് അവിടെ വന്നിട്ട് ബഹളം വെക്കുകയും ചെയ്ത സമയത്ത് ഹ്യുൻവുവും ജിഹ്വാനെ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടിട്ടുമുണ്ടായിരുന്നു. ഹ്യുനുവും പിന്നീട് ആരോ കോളൊക്കെ ചെയ്യുന്നു. ഈ ഉടയുടെ കാര്യം പറയുകയാണെങ്കിൽ ജിഹ്വാന്റെ വീട്ടിൽ നിന്നും അവൾ ബാഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗേറ്റിന്റെ മുൻപിൽ നിൽക്കുന്ന അവളുടെ അടുത്തേക്കൊക്കെ ജെയ്സോ എത്തി കഴിയുമ്പോഴത്തേക്കും മറ്റാരോ ആണെന്നൊക്കെ വിചാരിച്ച് അവളും ജെയ്സോയുടെ കൈയൊക്കെ പിടിച്ച് തിരിക്കുന്നു. പിന്നീടാണ് ജെയ്സോ ആണെന്നൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീടിനകത്തേക്കും കടക്കുന്നു. ഇപ്പോൾ ജീവാന്റെ അടുത്ത് നിന്നും അവളും ബാഗൊക്കെ തിരികെ മേടിക്കുന്നുണ്ടെങ്കിലും പ്രോസിക്യൂട്ടറിന് എങ്ങനെ ആയിരിക്കും അവൾക്ക് അറിയാവുന്നതെന്നൊരു ചോദ്യമൊക്കെ അവന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എങ്ങനെയാണ് താൻ പ്രോസിക്യൂട്ടറിനെ പരിചയപ്പെട്ടതെന്ന കാര്യം എല്ലാം തന്നെ ജീവാന്റെ അടുത്തും അവൾ പറയുകയാണ്. പക്ഷെ യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷന്റെയും ആവശ്യമില്ല എന്നാണ് അവനും പറയുന്നത്. പ്രോസിക്യൂട്ടർ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഞാൻ ഒരിക്കലും നിന്നെയുമായിട്ട് അവിടേക്ക് പോകുവാനായിട്ട് പാടില്ലായിരുന്നു. ഇനി ഒരിക്കലും എന്നെ പോലെയുള്ള ഒരാളെ നീ വിശ്വസിക്കുകയോ കൂടെ പോകുകയോ ചെയ്യരുതെന്നൊക്കെ അവനും അവളുടെ അടുത്ത് പറയുന്നു. അവൾ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവനും നിന്റെ പേര് ഉൺഹായ് എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവളും അവളുടെ ശരിക്കുമുള്ള പേരൊക്കെ തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവന്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നതായിട്ടും കാണിക്കുന്നു. ഇപ്പോൾ ഉണഹയും ഒരു പബ്ലിക് ബാത്തിലൊക്കെയാണ് ഉള്ളത്. അവിടെ വെച്ചാകട്ടെ അവളും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് നീ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ബുൾഡോഗ് ഗ്യാങ്ങിനെ കുറിച്ചാണെന്നൊക്കെ നേരത്തെ മിഹ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവളും ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് അവളും ഗൂഗിളിൽ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴായിരുന്നു അവിടെ വെച്ച് അവൾ ഹോങ്കിനെയും കണ്ടിട്ടുണ്ടായിരുന്നത്. ജുവങ് ഇപ്പോൾ വീട്ടിലേക്കൊക്കെ മടങ്ങി എത്തിയിരിക്കുന്നു. പക്ഷെ ഉൺഹനെ വീട്ടിൽ കാണാത്തതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ ഇവിടെ ഉള്ളതിനേക്കാളും സേഫ് ആയിട്ടൊക്കെ ആയിരിക്കും തെരുവിൽ ഉണ്ടാവുക എന്നൊക്കെയാണ് ചീഹോനും മറുപടി കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജീഹ്വാനും അവിടെ ഉണ്ടായിരുന്ന സീലൊക്കെ മോഷണം പോയെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു സീലൊക്കെ ഉണ്ടായിരുന്നത് ഹോങ്കിയുടെ കയ്യിലാണ്. ഹോങ്കിയും കുറച്ച് കാര്യങ്ങൾ സീൽ ചെയ്യുവാനായിട്ട് ജീഹ്വാൻ അറിയാതെ അത് എടുത്തതായിരുന്നു. പക്ഷെ അത് തിരിച്ചു വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ജീഹ്വാൻ തിരികെ എത്തുകയും അതുകൊണ്ട് തന്നെ ആ ഒരു സീലൊക്കെ ഇപ്പോൾ അവന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യുകയാണ്. ഹോങ്കിയും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉൻഹയോടും പറയുന്നു. നിന്നെയും വീട്ടിൽ നിന്നും ബോസ് പുറത്താക്കിയതാണോ എന്നൊക്കെയാണ് ഉൺഹയുടെ അടുത്ത് അവൻ ചോദിക്കുന്നത്. പക്ഷെ ഉൺഹയും സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നതാണ് എന്നും പിന്നെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫ്രണ്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് നിൽക്കുന്നതെന്നുമുള്ള കാര്യമൊക്കെ ഹോങ്കിയുടെ അടുത്തും പറയുന്നു. എങ്ങനെയാണ് ഷീഫാന്റെ അടുത്തേക്കൊക്കെ ഹോങ്കി എത്തിപ്പെട്ടതെന്ന കഥ കൂടി അവൻ പറയുകയാണ്. അവനാകട്ടെ വളരെയധികം ക്യൂട്ടായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതേസമയം അതിനേക്കാളും ക്യൂട്ടായിട്ടായിരുന്നു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ സ്ത്രീകളും പലപ്പോഴും അവന്റെ ചുറ്റുമൊക്കെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനും പണ്ടൊരു ബുദ്ധിയൊക്കെ തോന്നി. പല സ്ഥലത്തു നിന്നുമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് വിൽക്കുകയായിരുന്നു അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അച്ഛൻ ഒറ്റയ്ക്കായിരുന്നില്ല. അച്ഛൻ എപ്പോഴും അവനെയും കൂടെ കൂട്ടിയിരുന്നു. അവന്റെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചുറ്റും വരികയും ഈ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകുകയും ചെയ്യുമായിരുന്നു. മര്യാദയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് ജീവിക്കേണ്ടിയിരുന്ന എന്റെ അച്ഛനാകട്ടെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങി. അതും ചെറിയ ചെറിയ ആൾക്കാരുടെ കയ്യിൽ നിന്നുമല്ല, വലിയ ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഒക്കെ കയ്യിൽ നിന്നും. പക്ഷെ അയാളൊരു ഫ്രോഡാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഗ്യാങ്സ്റ്റേഴ്സും അയാളെ നല്ല രീതിക്ക് പെരുമാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് രക്ഷപ്പെടുവാനായിട്ട് അയാളും ഹോങ്കിനെ ആ ഗ്യാങ്സ്റ്റേഴ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഒരാളെ വിറ്റു എന്നൊക്കെ പറയിക്കില്ലേ, അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഹോങ്കി തന്റെ യഥാർത്ഥത്തിലുള്ള മകനല്ല, മറിച്ച് തന്റെ കൂടെ താമസിക്കുന്ന സ്ത്രീ ഇവനെ എവിടെ നിന്നോ കൂട്ടിക്കൊണ്ട് വന്നതാണെന്നൊക്കെ ആയിരുന്നു അയാളും വിറ്റ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാട്ടുകാരെ മുഴുവൻ മാത്രമായിരുന്നില്ല, അച്ഛ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന തന്നെ കൂടി ആൾ പറ്റിക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജീവിച്ചേ ഇരിക്കേണ്ടെന്നായിരുന്നു അവനും വിചാരിച്ചത്. ഞാനും എന്നെ കൊല്ലാമോ എന്നൊക്കെ ആ ഒരു ഗുണ്ടകളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഗുണ്ടകളുടെ ഒക്കെ തന്നെ ബോസ് വന്നതിന് ശേഷം ആ ഒരു ബോസ് എന്റെ അച്ഛന് കൊടുക്കാനുള്ള എല്ലാ തുകയും കൊടുത്ത് എന്നെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോയി. അങ്ങനെയാണ് ഞാനിപ്പോൾ ബോസിന്റെ ഒപ്പം ഉള്ളത് എന്നൊക്കെയാണ് അവനും ഉൾഹയുടെ അടുത്ത് പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ബോസ് ഒരു ബാങ്ക് ഒക്കെ പോലെയാണ്. ഞാൻ എന്നെ തന്നെ അവിടെ പണയം വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നതെന്നൊക്കെ അവനും അറിയിക്കുന്നു. അങ്ങനെ ഹോങ്കിക്ക് ഒരു കോളൊക്കെ വന്ന് ഹോക്കി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് കാറ്റ് ഗ്യാങ്ങിന്റെ ഒരാൾ വന്നിട്ട് വെറുതെ ഹോങ്കിയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ ഹോങ്കിക്കും അത് കാറ്റ് ഗ്യാങ്ങിലെ ആൾക്കാരാണെന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും അവരുമായിട്ട് ഒരു വഴക്കിനും പോകാതെ നൈസായിട്ട് അവിടെ നിന്നും ഒഴിഞ്ഞു മാറുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്.
അവനും ചിഹ്വാന്റെ ആളാണെന്നൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ചിഹ്വാന്റെ കോളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ചിഹ്വാനെ ചീത്ത വിളിക്കുവാനായിട്ടൊക്കെ അവർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അവനും അങ്ങനെ ചീത്തയൊന്നും വിളിക്കാതെയൊക്കെ നിൽക്കുന്ന സമയത്ത് അവനെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് ഉൺഹ കൂടി എത്തുന്നു. പക്ഷെ അവർ ഹോങ്കേനെയും മുൻഹേനെയും അവിടെ പിടിച്ചു നിർത്തിയ സമയത്തായിരുന്നു ഹോങ്കിനെ കോൾ ചെയ്തുകൊണ്ട് അവിടേക്ക് ചിഹ്വാൻ കൂടി എത്തുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.